ഹലോ ഗെയ്സ്, നല്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടാലോ. ഞാനിപ്പോൾ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും. അത് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ക്യാരറ്റ് ഒന്ന് ചിരണ്ടി ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ തന്നെ റെസിപ്പി ഇടാം. ഇതിപ്പോൾ ഇതാ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നന്നായി അരച്ചതാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം സവാള അരിഞ്ഞത് എത്ര വേണോ, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളത്. എൻ്റെത് മീഡിയം സൈസാണ് സവാള എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് കറാമ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജാതിപത്രി എല്ലാം എടുത്തിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിതാ ടൊമാറ്റോയും മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയില ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കലുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ലാസ്റ്റാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഗരം മസാല ആക്കിയത് ഇതുപോലെ പൊടിച്ചതാണ്. വറുത്ത് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അങ്ങനെ തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ കുറച്ച് പൊടിയാണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലോണം പൊടിയണമെന്നൊന്നുമില്ല. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മസാല നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിൽ ഒരു ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. മസാല ഒന്ന് വെന്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് നല്ലോണം ഒരു വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വെളിച്ചെണ്ണയും ഗ്രേവി എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീൻ പൊരിച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ എടുത്ത ഫിഷ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ ഫിഷ് ബിരിയാണി റെഡിയായി. അപ്പോൾ ഇതുപോലെ ഫീഡ്ബാക്കൊക്കെ പറയുക. ഇൻഷാ അല്ലാഹ് വീണ്ടും